അപ്പോൾ ഞാനിന്ന് ഇവിടെ ഏഞ്ചൽസ് കാർഡാണ് എടുത്തേക്കുന്നത്. അപ്പം നിങ്ങളുടെ മനസ്സിലുള്ള എന്തെങ്കിലും ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ചോദിക്കാം. ആ ഒരു ചോദ്യത്തിന് നിങ്ങളുടെ കുടുംബജീവിതമായിരിക്കാം, നിങ്ങളുടെ ജോലിയുടെ കാര്യമായിരിക്കാം, എന്തുമായിക്കൊള്ളട്ടെ. അപ്പം ഞാനിവിടെ 4 കാർഡ്സ് എടുത്തിട്ടുണ്ട്. കാർഡ് നമ്പർ 1, കാർഡ് നമ്പർ 2, കാർഡ് നമ്പർ 3, കാർഡ് നമ്പർ 4. അപ്പം നിങ്ങൾ ഇതിലേതെങ്കിലും ഒരു കാർഡ് സെലക്ട് ചെയ്യുക. അപ്പം അതിനുള്ള ഒരു മറുപടി എന്താണെന്നുള്ളത് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നതായിരിക്കും. അപ്പം നിങ്ങൾ മനസ്സിൽ ഏതെങ്കിലും ഒരു കാർഡ് സെലക്ട് ചെയ്യുക. ആ ഒരു ചോദ്യം എന്തുമായിക്കൊള്ളട്ടെ, അതിനൊരു പരിഹാരം എന്താണെന്നുള്ളത് നമുക്ക് ഏഞ്ചൽസിനോട് ചോദിക്കാം, അതിനുള്ളൊരു മറുപടി എന്താണെന്നുള്ളത്. ഇപ്പോൾ കാർഡ് നമ്പർ 1, കാർഡ് നമ്പർ 2, കാർഡ് നമ്പർ 3, കാർഡ് നമ്പർ 4. അപ്പോൾ കാർഡ് നമ്പർ 1 സെലക്ട് ചെയ്തവർക്കായിട്ട് ഞാൻ കാർഡ് എടുക്കുകയാണ്. പെർഫെക്റ്റ് ടൈമിംഗ് എന്നാണ് കാർഡ് നമ്പർ 1 സെലക്ട് ചെയ്തവർക്ക് വന്നത്. അപ്പം നിങ്ങളുടെ മനസ്സിലുള്ള എന്ത് പ്രശ്നം ആയിക്കൊള്ളട്ടെ, അതിനുള്ളൊരു പരിഹാരത്തിനുള്ളൊരു കറക്റ്റ് ടൈമാണ്, അല്ലെ എന്താണ് അതിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഉള്ളൊരു കറക്റ്റ് ടൈമിംഗ് ആണ് ഇപ്പോൾ വന്നേക്കുന്നത്. പെർഫെക്റ്റ് ടൈമിംഗ് ആണ് വന്നേക്കുന്നതെന്നാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഞാൻ കാർഡ് നമ്പർ 2 സെലക്ട് ചെയ്തവർക്കുള്ളത് ഞാൻ എടുക്കുകയാണ്. പീസ്ഫുൾ റീസൊല്യൂഷൻ എന്നാണ്. പീസ്ഫുൾ റീസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു സമാധാനപരമായിട്ടുള്ള ഒരു പരിഹാരം ഉടനെ ഉണ്ടാവും എന്ന് തന്നെയാണ്. ഒരു സൊല്യൂഷൻ അതിനകത്ത് ഉടനെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് മനസ്സിന് സമാധാനം കിട്ടുന്നതായിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉടനെ ഉണ്ടാവും, പരിഹാരം ഉണ്ടാവും എന്ന് തന്നെയാണ് സെക്കൻഡ് കാർഡ് ചൂസ് ചെയ്തവർക്കായിട്ട് വന്നത്. അപ്പം ഞാൻ കാർഡ് നമ്പർ 3 ചൂസ് ചെയ്തവർക്കായിട്ടുള്ളവർക്കുള്ള പരിഹാരം എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേറ്റ് ക്ലാരിറ്റി ഉണ്ടാവും എന്നാണ് ഈ ഒരു കാർഡ് സെലക്ട് ചെയ്തവർക്കായിട്ട് ഏഞ്ചൽസിൻ്റെ മറുപടി. അപ്പം നിങ്ങൾ എന്താണ് മനസ്സിൽ ആലോചിക്കുന്നത്, ആ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു ക്ലാരിറ്റി ഉടനെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാവും, ഒരു വ്യക്തത ഉണ്ടാവും നിങ്ങൾക്ക്. ആ ഒരു കാര്യത്തെക്കുറിച്ച് കുറച്ചുകൂടെ ഒരു വ്യക്തത നിങ്ങളുടെ മുന്നിലേക്ക് ഉടൻ തന്നെ വരും എന്ന് തന്നെയാണ്. ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെയും നിങ്ങളുടെയും കാര്യമായിരിക്കാം, ചിലപ്പോൾ ഒരു ജോലിയുടെ കാര്യത്തിനായിരിക്കാം, എന്തുമായിക്കൊള്ളട്ടെ അതിനൊരു ഉടൻ തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ടാവും എന്നാണ് അടുത്ത കാർഡ്. അപ്പം കാർഡ് നമ്പർ 4 സെലക്ട് ചെയ്തവർക്കായിട്ടുള്ള ഒരു സൊല്യൂഷൻ ഏഞ്ചൽസ് പറയുന്നത് ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് എന്നാണ്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം മാറും, കുറച്ചുകൂടെ മെച്ചപ്പെടും എന്നാണ് കാർഡ് നമ്പർ 4 സെലക്ട് ചെയ്തവർക്കായിട്ടുള്ള ഏഞ്ചൽസിൻ്റെ മറുപടി. ഇപ്പോഴത്തെ സാഹചര്യം നിങ്ങളിപ്പം ഏത് സാഹചര്യത്തിലായിക്കോട്ടെ, ചിലപ്പോൾ ഒരു വിഷമ സാഹചര്യമാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ കുറച്ചുകൂടെ മെച്ചപ്പെടും, ഇമ്പ്രൂവ് ആവും, കുറച്ചുകൂടെ നല്ലതായിട്ട് മുന്നോട്ട് പോവും എന്നാണ് ഏഞ്ചൽസിൻ്റെ ഒരു മറുപടി. അപ്പോൾ ഇന്നത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കായിട്ടുള്ള ഏഞ്ചൽസിൻ്റെ മറുപടിയാണ് കിട്ടിയേക്കുന്നത്. ഓക്കെ, താങ്ക് യു.